അല്ല സ്കൂൾ കുട്ടികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാ ഇപ്പോ? അതെ, പിന്നെ ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്, ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ, ഓക്കെ. ഗവൺമെന്റ് സ്കൂൾ. അന്ന് നമ്മുടെ മെയിൻ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ കളിക്കുക, ബാക്കി അങ്ങനത്തെ ഒരുപാട് അഭ്യാസങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ സ്കൂളിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് 3D മോഡലിംഗ്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഹൈടെക് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് സിലബസ് എന്ന് വേണ്ട അങ്ങനത്തെ ഒരുപാട് പുതിയ 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 സംഭവങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഭാവിയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്തൊന്നും ബുക്ക് കിട്ടിയിട്ടേ ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും വർക്ക് ബുക്ക് ആണെങ്കിലും ചിലപ്പം ക്ലാസ് തുടങ്ങി ഒരു ടൈമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കിട്ടും, പിന്നെ കുറച്ച് പേർക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. മറ്റ് അപ്പുറത്തുള്ളത് നമ്മൾ നോക്കും. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പം അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് പുസ്തകങ്ങൾ കിട്ടി തുടങ്ങി. അതൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളാണ്. പിന്നെ വിജയ ശതമാനമൊക്കെ കൂടി അഡ്മിഷൻ പോലും കിട്ടാൻ പറ്റാത്തൊരു ഇപ്പൊ ഗവൺമെന്റ് സ്കൂളൊക്കെ 100% ആണ് വിജയം. അതൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ്. സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം വരെ സെലക്ടഡ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. കാരണം അതുപോലെ ഈ ഒരു 1,00,000-ഓളം സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുള്ള കാര്യത്തിൽ കണക്കായിരുന്നു, എങ്കിലും സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴ് സൈബർ സുരക്ഷ അവയർനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് 4 ലക്ഷത്തോളം അമ്മമാർക്ക് അതിന്റെ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പം അവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ അവർക്ക് കുട്ടികളെ വേണ്ട ഒരു കാര്യം. അതെ, അതുകൊണ്ട് കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള ഒരു പരിശീലനം കൂടിയാണ്. പേരൻസിനും ആ ഒരു അവയർനെസ് ആവശ്യമാണല്ലോ. അപ്പം ശരിക്കും ഗവൺമെന്റ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണത്. അതെ, അത് മാത്രമല്ല ഇപ്പൊ ഒരു കണക്ക് നോക്കുമ്പോഴേക്കും 5000 കോടി രൂപയുടെ വികസനങ്ങളാണ് സർക്കാർ സ്കൂളുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഒരു 2640 കോടി രൂപയുടെ കെട്ടിടങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ ഒരു 1000-ലധികം അത് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ കെട്ടിടങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുക. അതിലൊരു 500 സംതിങ് കെട്ടിടങ്ങളുടെ പണി ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ അത്രയും വികസനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും.